ചിലവർ വിചാരിക്കും പാല് കൂടുതൽ ഒഴിച്ചാൽ ചായ നന്നാവുന്നു, പക്ഷെ അത് മോശമാണ്. ചായ മോശമാവും. ഹായ്, നല്ലൊരു ചായ എന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എങ്ങനെ നല്ലൊരു ചായ ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ പാഴൂരുള്ള നമ്മുടെ കുഞ്ഞാപ്പ് കാണിച്ചു തരും. കാണാം. ഒരു നല്ല ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് വെള്ളം ഒന്ന് മര്യാദക്ക് തിളച്ച് മറിയണം. രണ്ടാമത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് മെയിൻ പാല്. ഈ പാല് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കടയിലും കണ്ടിക്കണേ നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ച് ചൂടാക്കി, അല്ലെങ്കിൽ ഈ തിരക്ക് കാരണം പെട്ടെന്ന് തിളപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഒന്ന് ഇത് പ്ലാസ്റ്റിക് ഭയങ്കര പ്രശ്നമാണ്. രണ്ടാമത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ചൂടായി ഒന്ന് ചീർത്ത് വീർത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ചായ മോശമാവുകയുള്ളൂ. നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ പാല് ഇവിടെ അതേമാതിരി തിളപ്പിക്കണം. ഇതുപോലെ നമ്മൾ ആറ്റി തിളപ്പിച്ചിട്ട് മര്യാദക്ക് തിളച്ച് മറിഞ്ഞതിന്റെ ശേഷം നമ്മൾ സമാവർക്ക് ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം പാകത്തിനുള്ള പഞ്ചസാര നമ്മൾ ഈ നെറ്റ് വഴിയാണ് എടുക്കുന്നത്. കാരണം ഒന്നാമത് ഈ പാലിന്റെ പാട കാര്യങ്ങളൊക്കെ ഇതിൽ കുടുങ്ങി പോകും. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഏലക്കായുടെ പൗഡർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതൽ, അപ്പൊ അവർക്കും വേണ്ടിയിട്ട് ഇതുവഴിയാണ് നമ്മൾ പാലെടുക്കുന്നത്. അപ്പൊ നമ്മളിതിലൊരു ഇത് ചെറിയ നോർമൽ തവിയായത് കാരണം നോർമൽ ഇത് 2 കയ്യിലെടുക്കണേ. ഏറ്റവും ഏകദേശം ഇപ്പൊ ഇത്രയൊക്കെ പാല് പാടുള്ളൂ. നമ്മൾ ചായ നന്നാവാൻ വേണ്ടി പാല് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇത്രയും ശരിക്കും വേണ്ട, അതിനും കുറക്കണമെങ്കിൽ കുറക്കാം. പാല് കൂടിച്ചിട്ട് ചായ ഒരിക്കലും എവിടെ നന്നായ ചരിത്രം ഇല്ല. നമ്മൾ പഠിച്ച ഇതുവരെ കൊടുത്തതിൽ ആരും മോശം പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ലേശം ഡിക്കേഷൻ കൊടുക്കണം. അപ്പൊ നമ്മളിവിടെ നോർമൽ വെള്ളം ശരിക്കും യൂസ് ചെയ്യണുള്ളൂ. ഇതിൽ ഒരു പൊടിക്ക് വെള്ളമൊക്കെ, ബാക്കി എല്ലാം ഡിക്കേഷനാണ്. അപ്പൊ പൊതുവെ എല്ലായിടത്തും കൊടുക്കൂലേ, ചായപ്പൊടിന്റെ ഒക്കെ റേറ്റും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ പൊതുവെ കൊടുക്കലില്ല. ഇത്രയുള്ള പരിപാടി. ഇതാണ് പരിപാടി. ഒരു നല്ല ചായ കുടിക്കണമെങ്കിൽ നമ്മളെ കടയിലേക്ക് വരിക. 4 മണിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹോം മെയ്ഡ് സ്നാക്സും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാം. കുറ്റിപ്പുറം പാഴൂര് സ്കൂളിന്റെ മുന്നിലായി കുഞ്ഞാപ്പിന്റെ കട.